നമസ്കാരം. വിദേശ വാർത്തകൾ എന്ന് പറഞ്ഞാൽ മലയാളി ഇന്ന് കൂടുതൽ കേൾക്കുന്നതും കാണുന്നതും എല്ലാം തന്നെ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച്, അമേരിക്ക, അല്ലെങ്കിൽ പുടിൻ്റെ റഷ്യ, അതുമല്ലെങ്കിൽ സെലൻസ്കിയുടെ ഉക്രൈൻ, അതുപോലെ എവർഗ്രീനായി നിൽക്കുകയാണ് വാർത്താമാധ്യമങ്ങളിൽ ഇസ്രയേൽ പാലസ്തീൻ, അല്ലെങ്കിൽ ഹമാസും ഹിസ്ബുള്ളയും ഹൂതികളും എല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരിടത്ത് ഒരുപക്ഷെ അതിനേക്കാൾ ഗൗരവപൂർവമായി കാണേണ്ടതും എന്നാൽ പലപ്പോഴും അവഗണിക്കപ്പെടുന്നതുമായ ഒരു രാജ്യമുണ്ട്. ആ രാജ്യം ഇന്ന് നിന്ന് കത്തുകയാണ്. ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള ഏഷ്യയിലും യൂറോപ്പിലുമായി കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സിവിലൈസേഷണൽ പവർ പറഞ്ഞു വരുന്നത് തുർക്കിയെക്കുറിച്ചാണ്. ടർക്കി കേട്ടിട്ടില്ലേ? റസീബ് തയ്യിബ് എർദോഗാൻ, തുർക്കിയുടെ ഏകാധിപതിയായ ഭരണാധികാരി. അദ്ദേഹം ഇപ്പോൾ മുൾമുനയിൽ നിൽക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ശരശയ്യയിലാണ്. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി തുർക്കിയുടെ രാഷ്ട്രീയ ഭാഗധേയം നിശ്ചയിച്ചിരുന്ന, തുർക്കിയെ അടക്കി വാണിരുന്ന, തുർക്കിയുടെ ആധുനിക തുർക്കിയുടെ 12ാമത്തെ പ്രസിഡന്റ് അദ്ദേഹമാണ് എർദോഗാൻ. എർദോഗാൻ ഒരു വീരനായകനായി 2002 തുർക്കിയുടെ പ്രധാനമന്ത്രിയായി വരുന്നു. 3 ടേം, 4 വർഷം വെച്ചുള്ള 3 ടേം, 12 വർഷം അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിലിരുന്ന് പിന്നീട് 2014 മുതൽ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തെത്തുകയാണ്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ അദ്ദേഹം വിജയിച്ചു വന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത് ആ തെരഞ്ഞെടുപ്പുകളെല്ലാം പ്രഹസനമായിരുന്നു എന്നാണ്. അദ്ദേഹത്തിനെതിരെയുള്ള നീക്കങ്ങൾ ശക്തമായപ്പോൾ അദ്ദേഹം കൂട്ടുപിടിച്ചത് തീവ്ര ഇസ്ലാമിസ്റ്റ് റാഡിക്കൽ വിഭാഗങ്ങളെയാണ്. ഒരിക്കലും തുർക്കി ഒരു തീവ്ര ഇസ്ലാമിസ്റ്റ് രാജ്യമായിരുന്നില്ല എന്നതാണ് വാസ്തവം. തുർക്കിക്ക് ഒരു മതനിരപേക്ഷ ഒരു പശ്ചാത്തലമുണ്ട്. വളരെ വലിയ സംസ്കാരത്തിൻ്റെ ഇറ്റിലമാണ്. ആദിമ ക്രൈസ്തവ സഭകളുടെ എല്ലാം തുടക്കം തുർക്കി അടങ്ങുന്ന ആ ഒരു പ്രദേശത്താണ്. സിറിയ, തുർക്കി അങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ്. അതുകൊണ്ട് ശക്തമായ ക്രൈസ്തവ പാരമ്പര്യങ്ങൾ, സ്ഥാപനങ്ങൾ, റോമാ സാമ്രാജ്യത്തിൻ്റെ, കിഴക്കൻ റോമാ സാമ്രാജ്യത്തിൻ്റെ ഒരു വലിയ കേന്ദ്രം കൂടിയായിരുന്നു ഈ അങ്കാറ, ഇന്നത്തെ തുർക്കിയുടെ തലസ്ഥാനമായ അങ്കാറയും. അതിനേക്കാൾ പ്രധാനമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ, ഇന്ന് ഇസ്താംബൂൾ എന്ന് പറയുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ. ആ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ മുൻ നഗരസഭാ ചെയർമാൻ അല്ലെങ്കിൽ മുൻ മേയർ കൂടിയായിരുന്നു ഇപ്പോഴത്തെ പ്രസിഡന്റ് എർദോഗാൻ. പക്ഷേ അദ്ദേഹത്തിന് ഒരു എതിരാളി അതേ നഗരത്തിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നു എന്നല്ല, ഓൾറെഡി ഉയർന്ന് വന്നു കഴിഞ്ഞു. ഇക്രം ഇമോമോഗ്ലു, ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു പേരാണ് ഇക്രം ഇമോമോഗ്ലു. അദ്ദേഹം വളരെ ജനകീയനായ നേതാവാണ്. അതിൻ്റെ മേയറുമാണ്. നഗരത്തിൻ്റെ, ഇസ്താംബൂൾ നഗരം തുർക്കിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ് അല്ലേ? അത് തന്ത്രപ്രധാനമായ നഗരവുമാണ്. ഏഷ്യ എന്ന വൻകരയും യൂറോപ്പ് എന്ന വൻകരയും വേർതിരിക്കുന്ന ആ ഒരു കുപ്പിക്കഴുത്ത് അവിടെയുള്ള നഗരമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ, അതാണ് ഇസ്താംബൂൾ. നഗരത്തിൻ്റെ മേയർ ഇപ്പോൾ പ്രസിഡന്റിനെതിരെ തിരിയുന്നു എന്ന ഒരു ചിന്ത വരിക. അദ്ദേഹത്തിൻ്റെ പാർട്ടി, റിപ്പബ്ലിക്കൻ പാർട്ടി, പീപ്പിൾസ് റിപ്പബ്ലിക്കൻ പാർട്ടി, അപ്പോൾ ആ പാർട്ടി പ്രസിഡന്റിനെതിരെ, എർദോഗാനെതിരെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. 2028 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുള്ളൂ എന്ന് ഓർക്കുക. പക്ഷേ അതിന് മുൻപ് തന്നെ അമേരിക്കൻ മോഡലിൽ മുൻകൂട്ടി തന്നെ പാർട്ടി പ്രൈമറിയിൽ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുന്ന ഒരു തിരക്കിലാണ് അദ്ദേഹത്തിൻ്റെ ജനപ്രീതി ടർക്കിയുടെ എല്ലാ ഭാഗത്തും വ്യാപിക്കുന്നത് തിരിച്ചറിഞ്ഞ എർദോഗാൻ എല്ലാ മാർഗവും ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കടന്നുവരവ്, ഉയർച്ച തകർക്കാനുള്ള ശ്രമങ്ങളാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഒരു നീക്കമുണ്ടായി. അറസ്റ്റ് ചെയ്തു. പക്ഷേ അറസ്റ്റ് ചെയ്യാനായി ഗവൺമെൻറ് സൈന്യങ്ങൾ, പോലീസ് വരുന്ന വിവരം അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ ക്ലിപ്പ് ഇടുകയാണ്. വളരെ നാടകീയമായി അസമയത്ത് തന്നെ അറസ്റ്റ് ചെയ്യാനായി കടന്നു വരുന്ന ഗവൺമെൻറ് സേനയെ മുന്നിൽ നിർത്തി അദ്ദേഹം ജനങ്ങളോട് പറയുകയാണ്, ടർക്കിയുടെ ജനങ്ങൾ ഉയർത്തെഴുന്നേക്കേണ്ട സമയമായി, ഏകാധിപത്യത്തിനെതിരെ ഉയർത്തെഴുന്നേക്കേണ്ട സമയമായി. നിങ്ങൾ എന്നിൽ വിശ്വാസം അർപ്പിക്കുന്നു, എന്നെ തിരഞ്ഞെടുക്കാനായി നിങ്ങൾ ശ്രമിക്കുന്നു, താങ്ക് യു വെരി മച്ച്. അടുത്ത ദിവസം വോട്ടെടുപ്പാണ്. വോട്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു പരിശോധനയാണ്. പ്രൈമറി, അമേരിക്കയിൽ നടക്കുന്ന പാർട്ടി പ്രൈമറി പോലെ ടർക്കിയിലെ പാർട്ടി പ്രൈമറി. 1.5 ലക്ഷം പേരാണ് ആ പാർട്ടിയിലുള്ളത്. 1.5 ലക്ഷം പേർക്ക് വോട്ടവകാശം വിനിയോഗിക്കാനുള്ള അവസരമുണ്ട്.
അദ്ദേഹം ഒരു വീഡിയോയിലൂടെ ജനങ്ങളെ ടർക്കിയുടെ യഥാർത്ഥ ചിത്രം, ആഭ്യന്തര സ്ഥിതിവിശേഷം അതീവ ദുർബലമാണ്, ഇക്കോണമി അതീവ ദുർബലമാണ്, നാണ്യപ്പെരുപ്പം അതിഭീകരമായ നിലയിലെത്തിയതുകൊണ്ട് ഈ ടർക്കിഷ് ലീറ ലോകത്തെ ഏറ്റവും വീക്കസ്റ്റ് കറൻസികളിലൊന്നായി മാറി. അപ്പോൾ 0.00 ഇട്ട് പോവുകയാണ് ലീറയുടെ വാല്യൂവിന്. അപ്പം അങ്ങനെ 100 ലീറ ഒരാഴ്ച കഴിയുമ്പോൾ 1000-ആയി, 10,000-ആയി, 1,00,000-ആയി, അതേ വിലയുള്ളൂ. 100 ലീറയുടെ വില 100 ലീറ മാത്രമാണ്. പക്ഷേ അതിൻ്റെ പൂജ്യങ്ങൾ രണ്ടും കൂടി വരുന്നു. ആ ഒരു അവസ്ഥയിൽ തുർക്കിയിൽ ഒരു പ്രക്ഷോഭം ഏത് നിമിഷവും ഉണ്ടാകാം എന്ന നിലയിലാണ് ഈ ഒരു ഹിതപരിശോധന നടക്കുന്നത്, അല്ലെങ്കിൽ പ്രൈമറി ഇലക്ഷൻ നടക്കുന്നത്. അവിടെ ജനങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ആ പാർട്ടി ഒരു ബാലറ്റ് പെട്ടി കൂടി വെച്ചു. നിങ്ങൾ പാർട്ടിക്കാർക്കുപരിയായി സാമാന്യ ജനത്തിന് പേര് നിർദ്ദേശിക്കാം, വേണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പേര് തന്നെ, ഇമോമോഗ്ലുവിൻ്റെ പേര് തന്നെ നിർദ്ദേശിക്കാം അടുത്ത പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. അങ്ങനെ 1.5 ലക്ഷം പാർട്ടിക്കാരും 1.5 കോടി ടർക്കിഷ് ജനതയും പോയി വോട്ട് ചെയ്തു. ടർക്കി വലിയ ജനസംഖ്യയുള്ള രാജ്യമല്ല എന്ന് ഓർക്കണം. പക്ഷേ 1.5 കോടി തുർക്കിക്കാർ ഇമോമോഗ്ലുവിനെ തിരഞ്ഞെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ പാർട്ടിക്കൊരു സന്ദേശം നൽകിയിരിക്കുകയാണ്. അപ്പം അതിനർത്ഥം എർദോഗാൻ്റെ പോപ്പുലാരിറ്റി വളരെ താഴെ പോയിരിക്കുന്നു. ഇനി എർദോഗാനെക്കുറിച്ചുള്ള മറ്റ് രാജ്യങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? എർദോഗാൻ വളരെ നല്ല ഒരു അവസരവാദി കൂടിയാണ്. അദ്ദേഹം യൂറോപ്യൻ ശക്തികളുമായി സമരസപ്പെട്ടു പോകുന്നു. യൂറോപ്പിൻ്റെ ഭാഗമാണ്, നെയ്റ്റോയിൽ അംഗമാണ്. അങ്ങനെ വരുമ്പോൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന നെയ്റ്റോയിൽ അംഗമെന്നുള്ള നിലയിൽ അമേരിക്കയുടെ നെയ്റ്റോയുടെ ഉൾപ്പെടെ സൈനിക ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് തുർക്കി എന്ന് ഓർക്കുക. ആദ്യ സമയം റഷ്യയുമായി നല്ല ചങ്ങാത്തം പുലർത്തുന്ന ഒരു രാജ്യമാണ് തുർക്കി. അതിൻ്റെ നേതാവ് എർദോഗാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ അടുത്ത ചങ്ങാതി കൂടിയാണ്. അതുകൊണ്ട് റഷ്യയുമായും അമേരിക്കയുമായും ഒരുപോലെ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന അപൂർവം രാജ്യങ്ങൾ, അതിലൊരു രാജ്യം ഇന്ത്യയാണ് കേട്ടോ, അപൂർവം രാജ്യങ്ങളിൽ ഒന്നാണ് ടർക്കി. അതുപോലെ ടർക്കിയുടെ മറ്റൊരു പ്രത്യേകത എന്താണ്? ടർക്കി യൂറോപ്പിലും ഏഷ്യയിലുമായി കിടക്കുന്ന രാജ്യമാണ്. യൂറോപ്പിലാണ് ടർക്കിയുടെ ജനസംഖ്യയുടെ മുഖ്യ ഭാഗമെങ്കിലും പ്രദേശം ഏതാണ്ട് 90% ഏഷ്യയിലാണ്. അത് റഷ്യയാണ് മറ്റൊരു രാജ്യം. റഷ്യൻ ജനതയുടെ 90% യൂറോപ്പിലും 10% ഏഷ്യയിലും. പക്ഷേ ടെറിട്ടറിയുടെ 95% ഏഷ്യയിൽ ഇങ്ങനെ കിടക്കുകയാണ്. സൈബീരിയ എന്ന പ്രദേശം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അതുപോലെ തന്നെയാണ് തുർക്കിക്ക് അത്രയും വലിപ്പമില്ലെങ്കിലും തുർക്കിയുടെ അവസ്ഥയും അങ്ങനെയാണ്. അതുകൊണ്ട് ജിയോ സ്ട്രാറ്റജിക്കലി വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. അതുമാത്രമല്ല, മധ്യപൗരസ്ത്യ പ്രദേശത്ത് നമ്മളെപ്പോഴും സംസാരിക്കുന്ന സിറിയ, ഇറാഖ്, ഇറാൻ, അതുപോലെ മധ്യപൗരസ്ത്യ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഫോടന മേഖലയായ ഇസ്രയേൽ, പലസ്തീൻ, ഈ മേഖലയിലൊക്കെ സ്വാധീനം ചെലുത്തുന്ന ഒരു ശക്തി കൂടിയാണ് എർദോഗാൻ്റെ തുർക്കി. അപ്പം എർദോഗാൻ്റെ ഇടപെടൽ കൂടി ഉണ്ടായി സിറിയയിലെ ബാഷർ അൽ അസദിൻ്റെ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിന് പിന്നിൽ എർദോഗാൻ്റെ ഇടപെടലുണ്ടായി. എർദോഗാൻ അദ്ദേഹത്തിന് ടർക്കിഷ് അനുകൂലമായ ചില മിലിഷ്യകളുണ്ട്, ആ മിലിഷ്യകൾക്ക് സഹായം ചെയ്തു. അവർ കൂടി ചേർന്നുകൊണ്ടാണ് ഈ അട്ടിമറി സിറിയയിൽ ആസൂത്രണം ചെയ്തത്. പക്ഷേ എർദോഗാൻ ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത് ഖുർദുകളാണ്. ഖുർദുകൾ എന്നതൊരു വംശീയ വിഭാഗമാണ്. സിറിയയിലും തുർക്കിയിലും ഇറാനിലുമായി ഇറാഖിലുമൊക്കെയായി ചിതറിക്കിടക്കുന്ന ഒരു വംശീയ വിഭാഗമാണ്. ഇതെല്ലാ രാജ്യങ്ങളും ചേരുന്ന ഒരു ജംഗ്ഷൻ, ഒരു 4 കൂടുന്ന കവല എന്ന് പറയാം. ആ പ്രദേശത്തുള്ള ഒരു ജനവിഭാഗങ്ങളാണ്. അവർ മുസ്ലിങ്ങളാണ്, പക്ഷേ ഒരു പ്രത്യേക വിഭാഗമാണ്. ആ തുർക്കികൾ അവർക്കെതിരെ തിരിയുന്നു. എർദോഗാൻ ഏറെക്കാലമായി ഈ സ്വയംഭരണ അവകാശം വേണം എന്ന ഒരു ആഗ്രഹം, അതിനെതിരെ അതിശക്തമായ അടിച്ചമർത്തൽ നടപടികളുമായി എർദോഗാൻ നീങ്ങുകയാണ്. അതുകൊണ്ട് ആഭ്യന്തരമായി കുർദുകൾ ഒരു വശത്ത് കിഴക്കൻ ഭാഗത്ത് പ്രക്ഷോഭം നടത്തുന്നു. ആഭ്യന്തരമായി ജനം പൊറുതിമുട്ടിയിരിക്കുന്നു, തെരുവിലിറങ്ങിയിരിക്കുന്നു. ഗംഭീര പ്രകടനങ്ങളാണ്, പ്രതിഷേധങ്ങളാണ്. അപ്പോൾ എർദോഗാൻ്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു. എർദോഗാൻ മാറി മറ്റൊരു ഭരണകൂടം വരണമെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് പുതിയതായി ജനം സജസ്റ്റ് ചെയ്ത ഇക്രം ഇമോമോഗ്ലു, അദ്ദേഹം തടവിലാണിപ്പോൾ. അപ്പോൾ അദ്ദേഹത്തെ മോചിപ്പിക്കണമെന്നാണ് ജനത്തിൻ്റെ ആവശ്യം. മോചിപ്പിക്കാനുള്ള സാധ്യത കുറവാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഡിഗ്രി ഇൻവാലിഡാക്കി മാറ്റിയിരിക്കുന്നു. അദ്ദേഹം സൈപ്രസിൽ പഠിച്ച് അതിനുശേഷം തുർക്കിയിലെത്തി ഇസ്താംബുൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്ത ആളാണ്. പിന്നീട് അദ്ദേഹം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയും ക്വാളിഫിക്കേഷനും നേടി. തുർക്കിയുടെ ഭരണഘടന അനുസരിച്ച് ഒരു ഗ്രാജുവേറ്റിന് മാത്രമേ, ഡിഗ്രി ഹോൾഡറിന് മാത്രമേ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവൂ. അങ്ങനെയെങ്കിൽ ഒരു കുശാഗ്ര ബുദ്ധിയായ എർദോഗാൻ ചെയ്ത പണിയാണ് ഇദ്ദേഹത്തിൻ്റെ ഇമോമോഗ്ലുവിൻ്റെ ഡിഗ്രി ഇൻവാലിഡായി സർവകലാശാലയെ കൊണ്ട്
ചില തൊടുക്ക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങ് ഇൻവാലിഡ് ആക്കുകയാണ്, അല്ലെങ്കിൽ അതങ്ങ് മാറ്റുകയാണ്, അതങ്ങ് ഇറേസ് ചെയ്ത് കളയുകയാണ്. അങ്ങനെ പ്രതിപക്ഷത്തിനെ കംപ്ലീറ്റ്ലി അടിച്ചമർത്തിക്കൊണ്ട് എത്ര കാലം തുർക്കിക്ക് മുന്നോട്ട് പോകാനൊക്കും? തുർക്കി റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിൽ പെടുമോ? അങ്ങനെ പെട്ടാൽ ചെറിയ രാജ്യമൊന്നുമല്ല, സിറിയയേക്കാളും ഇറാഖിനേക്കാളും ഒക്കെ അതിശക്തമായ സൈനിക സംവിധാനങ്ങളുള്ള അതിശക്തമായ രാജ്യം തന്നെയാണ് തുർക്കി. അപ്പം തുർക്കി അസ്ഥിരപ്പെട്ടാൽ ആ മേഖലയിൽ നമുക്കൊരിക്കലും പരിചിതമില്ലാത്ത രീതിയിലേക്ക് ആ മേഖല കൂടുതൽ സങ്കീർണമായി മാറും. അത് അമേരിക്കൻ താല്പര്യത്തിന് ഒട്ടും ശുഭകരമല്ല. അതുകൊണ്ട് ലോകരാജ്യങ്ങൾ തുർക്കിയിലെ സംഭവവികാസങ്ങൾ വളരെ കെയർഫുള്ളായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ മലയാളി സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുകയാണ്.